കാളിപ്പാറ ലോകാംബിക ക്ഷേത്രം. അഗസ്ത്യമുനിയുടെ കാളിപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാളിപ്പാറ ലോകാംബിക ക്ഷേത്രവും പരിസരവും ആരുടെയും മനമയക്കുന്ന ഒന്നാണ്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് കാളിപ്പാറയിലേക്കുള്ള ദൂരം. ഗൂഗിൾ മാപ്പിൽ കാളിപ്പാറ ലോകാംബിക ടെമ്പിൾ എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. വാഹനം താഴെ പാർക്ക് ചെയ്തതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് പാറകളിൽ കൂടെ വേണം സഞ്ചരിക്കാൻ. കാൽനടയായി യാത്ര തുടരാം. കയറ്റം ആരംഭിക്കുന്നിടത്ത് പാറയ്ക്ക് നടുവിലൂടെ പിടിച്ചു കയറാൻ കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുറച്ചു ദൂരം കയറിയാൽ നെയ്യാർ ഡാമും പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിന്റിൽ നാം എത്തിച്ചേരുന്നു. ഇവിടെ നിന്നും വീണ്ടും മുകളിലേക്ക് പാറയിൽ തന്നെ കൊത്തിവച്ചിട്ടുള്ള പഴക്കമേറിയ പടികളിലൂടെ മുകളിലേക്ക് കയറാം. പടികൾ കയറി മുകളിലെത്തുമ്പോൾ നാഗർ പ്രതിഷ്ഠ കാണാം. ഇവിടെ നിന്നാൽ നെയ്യാർ ഡാമിൻ്റെയും റിസർവോയറിൻ്റെയും പശ്ചിമഘട്ട മലനിരകളുടെയും കുറച്ചുകൂടി വിശാലമായ കാഴ്ച നമുക്ക് കാണാം. ഇവിടെ വരെ മാത്രമേ പാദരക്ഷകൾ ഉപയോഗിക്കാവൂ. പാദരക്ഷകൾ ഇവിടെ ഉപേക്ഷിച്ച് സ്ഥാപിച്ചിട്ടുള്ള കൈവരികളിലൂടെ കാൽനടയായി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാഴ്ചകളുടെ വിസ്മയ ലോകത്തേക്ക് നാം എത്തിച്ചേരുന്നു. മുകളിലെത്തിയാൽ നമ്മെ തഴുകി കടന്നു പോകുന്ന മന്ദമാരുതൻ നമ്മുടെ എല്ലാ ക്ഷീണവും അകറ്റും. അഗസ്ത്യമുനിയുടെ കാലത്താണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്ന് പഴമക്കാർ പറയുന്നു. വടക്ക് നിന്നും തെക്കു ഭാഗത്തേക്ക് അഗസ്ത്യാർകൂടം ലക്ഷ്യമാക്കി അഗസ്ത്യമുനി വരുന്ന വഴിക്ക് ഇവിടെ ദേവിയുടെ ചൈതന്യം കണ്ടു എന്നും ദേവിയെ കുടിയിരുത്തിയെന്നുമാണ് വിശ്വാസം. ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് കാളി എന്നറിയപ്പെടുന്നത്. പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ആദിപരാശക്തിയായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഉദയവും അസ്തമയവും മനോഹരമായി കാണാൻ അനുയോജ്യമായ സ്ഥലമാണ് കാളിപ്പാറ. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും സൂര്യൻ ഉദിക്കുന്ന കാഴ്ചയും അങ്ങ് ദൂരെ അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുന്ന സൂര്യാസ്തമയവും വളരെ മനോഹരമാണ്. 160 ഡിഗ്രിയിലുള്ള മനോഹരമായ വ്യൂ ആണ് ഇവിടെയുള്ളത്. ആദ്യകാലത്ത് വനവാസി സമൂഹത്തിൻ്റെ ആരാധനാ രീതിയായിരുന്നു ഇവിടെ. ഇപ്പോൾ നാട്ടുകാർ ചേർന്നുള്ള ട്രസ്റ്റിൻ്റെ കീഴിലാണ്. കാളിപ്പാറയിൽ നാട്ടുകാരുടെ സഹായത്തോടെ ക്ഷേത്രം പണിതെങ്കിലും 2015 ഇടിമിന്നലിൽ തകരാർ സംഭവിച്ചു. നിലവിൽ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ദേവിയുടെ പ്രതിഷ്ഠ ഇപ്പോൾ ബാലാലയത്തിലാണ്. ശാസ്താവിൻ്റെ പ്രതിഷ്ഠയും ഗണപതി പ്രതിഷ്ഠയും ഉണ്ട്. മണ്ഡലകാലത്ത് രാവിലെയും ഞായറാഴ്ചകളിൽ വൈകുന്നേരവും ആയില്യത്തിനും മാത്രമാണ് ക്ഷേത്രനട തുറക്കുക. കിഴക്കുഭാഗത്തായി തലയോർത്ത് നിൽക്കുന്ന കോട്ട പോലെ സഖ്യാദ്രി മലനിരകൾ. ഇവിടെ നിന്നാൽ അഗസ്ത്യാർകൂടവും മനോഹരമായി കാണാം. കാളിപ്പാറ ക്ഷേത്രത്തിന് സമീപം കാണുന്ന ഈ കുളത്തിന് സമീപമാണ് ആദ്യകാലങ്ങളിൽ പ്രതിഷ്ഠ ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ഇവിടം ധാരാളം ഔഷധസസ്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു എന്നും അന്ന് ഔഷധമുണ്ടാക്കാനായി ഈ കുളത്തിലെ ജലം ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. തിരുവനന്തപുരം കാട്ടാക്കട നെയ്യാർ ഡാം റോഡിലൂടെ സഞ്ചരിച്ച് കള്ളിക്കാടു നിന്നും വെള്ളറ റോഡ് 3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആടുവള്ളിയിലെത്തി ആടുവള്ളിയിൽ നിന്നും നെയ്യാർ ഡാം റോഡിലൂടെ 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കാളിപ്പാറയിൽ എത്തിച്ചേരാം. നെയ്യാർ ഡാമിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ കാളിപ്പാറയിലേക്ക്. നാഗർ പ്രതിഷ്ഠയുടെ വശത്തുകൂടി കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ അഗസ്ത്യമുനി വന്നു എന്നും തപസ് അനുഷ്ഠിച്ചു എന്നും വിശ്വസിക്കുന്ന മുനിയറയിലേക്ക് എത്തിച്ചേരാം.
ഈ വഴിയിലൂടെയാണ് അഗസ്ത്യമുനി കാളിപ്പാറയിലേക്ക് വന്നതത്രേ. ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ കഴിയുന്ന ഇടുങ്ങിയ വഴിയാണിത്. പാറകൾ വെട്ടിമാറ്റിയതുപോലെ കാണപ്പെടുന്ന വഴി. താപസ ശ്രേഷ്ഠനായ അഗസ്ത്യമുനി വന്ന സമയം പാറ സ്വയം പിളർന്ന് വഴിമാറി കൊടുത്തതാണെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. സുമേരു പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്യാൻ എല്ലാവർക്കും കഴിയുമെങ്കിലും തന്നെ മറികടക്കുവാൻ ലോകത്താർക്കും സാധ്യമല്ല എന്ന് അഹങ്കരിച്ച വിന്ധ്യപർവ്വതത്തിൻ്റെ ഗർവു തകർത്തവൻ എന്ന നിലയിലാണ് പർവ്വതത്തെ സ്തംഭിപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ അഗസ്ത്യൻ എന്ന പേർ അഗസ്ത്യമുനിക്ക് ലഭിച്ചതത്രേ.